ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 18. അശ്ലീല പ്രചാരണങ്ങളിൽ അഭിരമിക്കുന്ന UDF. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാട് വിശദീകരിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് പൊതു തെരഞ്ഞെടുപ്പ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണോ അതോ മതരാഷ്ട്രമാകണമോ എന്ന സുപ്രധാന ചോദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നിലുള്ളത്. എന്നാൽ കേരളത്തിൽ മത്സരിക്കുന്ന UDFനോ അതിനെ നയിക്കുന്ന കോൺഗ്രസിനോ ഇത്തരം വിഷയങ്ങളൊന്നും ഉയർത്താനില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുന്ന സൈബർ ആക്രമണങ്ങളിൽ അഭിരമിക്കുകയാണ് UDF. തരംതാണ നിലയിലേക്ക് വരെ അത് എത്തി. അത് നിയന്ത്രിക്കാൻ കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ തയ്യാറാകുന്നില്ല എന്നത് ആ പാർട്ടിയും മുന്നണിയും എത്തി നിൽക്കുന്ന ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത്. വടകരയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KK ശൈലജയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകം ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സാധിക്കാത്ത വിധം കോവിഡ് മഹാമാരിയെ നേരിടാൻ കേരളത്തിന് സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജയുമൊക്കെ നേതൃത്വം നൽകിയ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ജനങ്ങളെ ഒറ്റക്കെട്ടായി നയിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരെ തേടിയെത്താത്ത അനുമോദനങ്ങളില്ല. നിപ എന്ന കൊലയാളി രോഗത്തെ പിടിച്ചുകെട്ടിയതും KK ശൈലജയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. വികസിത രാജ്യങ്ങൾക്ക് പോലും കഴിയാത്ത ഈ കാര്യം കൊച്ചു കേരളത്തിൽ സാധ്യമാക്കിയത് ലോകം ഇന്നും അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഏതു പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന നേതാക്കൾ ലോക്സഭയിൽ എത്തണമെന്ന LDFന്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് KK ശൈലജ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തതും വലിയ പൊതു സ്വീകാര്യത എല്ലാ LDF സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നതുമാണ് കേരളത്തിലാകെ കാണുന്നത്. ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ വലിയ ആവേശമുണ്ടാക്കിയെന്നതിൽ സംശയമില്ല. ഇത് പ്രധാന എതിരാളികളായ UDFനെ വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ടെന്നത് അവരുടെ ചെയ്തികളിൽ നിന്നു തന്നെ തെളിയുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ച് അശ്ലീല ചിത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന അധമ സംസ്കാരത്തിലേക്ക് UDF എത്തി. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ ഐഡികളിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല. ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വടകരയിൽ എത്തിയതു മുതൽ തുടങ്ങിയതാണ് ഈ വ്യാജ നിർമ്മിതിയും പ്രചാരണവും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡ് വ്യാജമായി ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് പ്രസിഡന്റായെന്ന് കോൺഗ്രസുകാർ തന്നെ ആരോപിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നേതൃത്വത്തിലാണ് UDFന്റെ സൈബർ വിങ് പ്രവർത്തിക്കുന്നത്. വ്യാജരേഖകളും വീഡിയോകളും ചിത്രങ്ങളും ഉണ്ടാക്കാൻ തങ്ങൾ വിദഗ്ധരാണെന്ന് മുമ്പേ തെളിയിച്ചിട്ടുള്ള ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ആ വഴി തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ചില ഭാഗം മുറിച്ചെടുത്ത് ശൈലജ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് പ്രചരിപ്പിച്ചു. വ്യാജ വീഡിയോയ്ക്കെതിരെ ചാനലിനു തന്നെ പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നു. മാതൃഭൂമിയുടെ ഓൺലൈൻ സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കി പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുക, കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കി ബോംബമ്മ എന്ന് വിശേഷിപ്പിച്ചുവെന്ന് പ്രചരിപ്പിക്കുക തുടങ്ങിയ ചെപ്പടി വിദ്യകളെല്ലാം അരങ്ങേറുകയാണ്. ഇതും പോരാത്തതിന് അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് KK ശൈലജയുടെ തല ചേർത്ത് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയുമാണ്. ഇത്രയും നീചമായി UDF കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടും സദാചാര വിഷയങ്ങളിൽ ഉറഞ്ഞുതുള്ളുന്ന മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നതും കേരളത്തിൻ്റെ ദുരവസ്ഥയാണ്. UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യംഗ്യമായി പോലും ഇത്തരം സൂചനകൾ വന്നാൽ ആടിത്തിമിർക്കുന്ന മാധ്യമങ്ങളെയാണ് നാം കണ്ടിട്ടുള്ളത്. LDF വനിതാ സ്ഥാനാർത്ഥി, അതും 68 വയസ്സുള്ള ലോകം ആദരിക്കുന്ന വനിതയ്ക്കെതിരെ ഇത്രയും നീചമായ പ്രചാരണം നടന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയുന്നു എന്നതും വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിന് തെളിവാണ്. KK ശൈലജയ്ക്ക് ജനഹൃദയങ്ങളിലുള്ള സ്ഥാനം ഇല്ലാതാക്കാനാണ് ഈ നീച പ്രവൃത്തിയെങ്കിൽ UDFന് ദുഃഖിക്കേണ്ടി വരും. ശൈലജയെയും LDFനെയും ജനങ്ങൾക്ക് നന്നായി അറിയാം. തെരഞ്ഞെടുപ്പിൽ നുണപ്രചാരകർക്കുള്ള മറുപടിയും ജനങ്ങൾ നൽകുമെന്നതിൽ തർക്കമില്ല.